ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് വരവൂർ റിസോർട്ടിലേക്കാണ്. ഈ ലൊക്കേഷൻ വരുന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെ കേട്ടോ. അത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഈവനിങ് വാക്കിന് വന്നതാണ്. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്ന വലിയൊരു ഹാളാണ് കേട്ടോ. നമുക്കിവിടെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ അതവിടെ ക്യൂട്ടായിട്ടുള്ള മോയലുണ്ട് കേട്ടോ. നമുക്കിവിടെ ബർത്ത്ഡേ പാർട്ടി, വിവാഹ പാർട്ടി, ഫങ്ഷൻ ഇതൊക്കെ നടത്താൻ പറ്റും കേട്ടോ. അതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അന്വേഷിച്ചാൽ അറിയാം. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മീൻകളൊക്കെ, അതിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട്. അവര് വളർത്തുന്നതാണ്. അത് നല്ല വൃത്തിയിലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു റിസോർട്ട്. ഓരോ റിസോർട്ടിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതിന്റെ പേരാണ് പ്രാവൻകൂട്. അടുത്തത് ഇതാണ് കേട്ടോ റിസോർട്ട്. ഇതിന്റെ പേര് മഞ്ഞക്കിളിക്കൂട് എന്നാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നല്ല സെറ്റപ്പാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരം ഒക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളൊന്ന് കണ്ടോളേ. അപ്പൊ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് ഈ റൂം. ഇനി അടുത്ത റൂം നമുക്ക് കാണാം. നമുക്ക് നടക്കാനുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ടൊക്കെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അതിന്റെ പേര് ഒലിച്ചി വാട്ടർഫോൾസ് ആണ്. അപ്പൊ ഈ റൂമിന്റെ പേരാണ് കളിവീട്. ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആണ് കേട്ടോ. മലകളും കുന്നുകളൊക്കെ ആയിട്ട് സൂപ്പറാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോവുക. ഞങ്ങൾക്ക് സമയം കുറവായത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ദിവസം അങ്ങോട്ട് പോകണം. അപ്പൊ ഈ റൂം ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മാനേജറിനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ ഈ റൂട്ടിൽ കൂടെ വരുന്നവരൊക്കെ ഇതിൽ കയറി സന്ദർശിച്ചിട്ട് പോവുക. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിനുള്ളത് മറ്റേ 1300, 1400 അങ്ങനെയൊക്കെയുള്ള ഒരു റേഞ്ചിലാണ്. 1200 ഇതിന്റെ ആയിട്ടുള്ളത്. പകലൊക്കെ വന്നിട്ട് സ്റ്റേ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. 24 മണിക്കൂർ അല്ല, ചിലൊരു പകല് വന്നിട്ട് മാത്രം സ്റ്റേ ആയിട്ട് പോകണതിന് അല്ല. ചിലർ 10 മണിക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 മണിക്കൊക്കെ പോകില്ലേ. അപ്പോൾ അവരുടെ ഒരു 1000-1200 രൂപ ലെവലുള്ള അങ്ങനെയൊക്കെ ഇതായിട്ട് മേടിക്കാറുള്ളൂ. കൂടുതലായിട്ടുള്ള ലെവലൊന്നും ഞാൻ മേടിക്കാറില്ല. ഫുഡൊക്കെ എങ്ങനെ? ഫുഡിന്റെ കാര്യം, ഫുഡ് ഇപ്പോൾ ആയിട്ടില്ല. ഒന്നില്ലെങ്കിൽ എത്തി കൊടുക്കണമെങ്കിൽ എത്തി കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇതൊക്കെ കൂടിയിട്ട് വെക്കാനുള്ള അതിനുള്ള സെപ്പറേറ്റുള്ള